കഥ തുടരുന്നു. കീർത്തി കിടക്കയിൽ വീഴ്ചിരുന്നു. അവളൊന്നും സംസാരിച്ചില്ല. വിനയന് അത്ഭുതം തോന്നി. കീർത്തിക്ക് എന്തു പറ്റി? രാവിലെ ബോട്ട് യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ അവൾക്ക് എന്ത് ഉത്സാഹമായിരുന്നു. തിരിച്ചു വരുമ്പോഴും അവൾ ഉന്മേഷവതി തന്നെയായിരുന്നു. വിനയനോർത്തു. പക്ഷേ ഇപ്പോൾ എന്തു പറ്റി? ഒരു നിമിഷം കൊണ്ട് ഉന്മേഷമെല്ലാം കെട്ടടങ്ങിയതുപോലെ. എന്താണ് അവൾക്ക് അസുഖം? പനിയുണ്ടോ? വിനയൻ അവളുടെ നെറ്റിയിൽ കൈവച്ചു നോക്കി. ഐസ് കട്ട പോലെ തണുത്ത് വിറങ്ങലിച്ച്. കീർത്തി, അയാൾ വിളിച്ചു. അവൾ വിളിക്കേട്ടില്ല. അയാളെ നോക്കുക മാത്രം ചെയ്തു. ദയനീയമായിരുന്നു ആ നോട്ടം. കണ്ണുകൾ രണ്ടും പേടിച്ചരണ്ടതുപോലെ. മുഖം വിളറി വെളുത്തിരുന്നു. രക്തമെല്ലാം വാർന്നു പോയതുപോലെ. വിനയൻ ചോദിച്ചു, കീർത്തി പറയൂ, നിനക്ക് എന്തു പറ്റി? എനിക്കറിയില്ല വിനയേട്ടാ, അവൾ മെല്ലെ പറഞ്ഞു. തലച്ചുറ്റൽ എങ്ങനെയുണ്ട് ഇപ്പോൾ? കുറവുണ്ട്. വിനയൻ ചോദിച്ചതിനൊക്കെ ശബ്ദം താഴ്ത്തി വളരെ പതുക്കെയാണ് അവൾ മറുപടി പറഞ്ഞത്. ആരെങ്കിലും കേട്ടുപോകുമോ എന്ന മട്ടിൽ തീരെ പതുക്കെ. 2 മണി കഴിഞ്ഞു. ഊണ് കഴിക്കണ്ടേ? വിനയൻ ചോദിച്ചു. എനിക്കൊന്നും വേണ്ട വിനയേട്ടാ, നിങ്ങൾ രണ്ടാളും പോയി ഊണ് കഴിച്ചു വരൂ. അത് പറ്റില്ല. രാവിലെ നീ ഒന്നും ശരിക്ക് കഴിച്ചിട്ടില്ല. പോകാനുള്ള തിരക്കിൽ ഒരു ഇഡ്ഡലിയാണ് കഴിച്ചത്. ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് തലക്കറക്കം വന്നത് അതുകൊണ്ട് തന്നെയാണ്. വരൂ, എനിക്ക് ഊണ് കഴിച്ചിട്ട് വന്ന് കിടന്നോളൂ, എത്ര നേരം വേണമെങ്കിലും. രശ്മി സങ്കടപ്പെട്ട് നിൽക്കുകയായിരുന്നു. ചേച്ചിക്ക് സുഖമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് പുറത്തു പോവുക? കാഴ്ചകളൊക്കെ തീർന്നത് തന്നെ. അവൾ ജനാലയിലൂടെ താഴത്തേക്ക് നോക്കി. പുതിയതായെത്തിയ ഒരു യാത്രാ സംഘം കന്യാസ്ത്രീകളാണ് ഏറെ. അവരോടൊപ്പം പച്ച യൂണിഫോം അണിഞ്ഞ പെൺകുട്ടികൾ. അവർ വരിയായി പൂന്തോട്ടത്തിനരികിലേക്ക് നടക്കുന്നു. അവരെവിടെ പോവുകയായിരിക്കും? അതിലെ പോയാൽ തടാകത്തിൻ്റെ തീരത്താണ് എത്തുക. ചിലപ്പോൾ ബോട്ട് യാത്രയ്ക്കാവും. അവൾ സങ്കടത്തോടെ തിരിഞ്ഞു ചേച്ചിയെ നോക്കി. ചേച്ചി അനങ്ങുന്നില്ല. വിനയേട്ടൻ വീണ്ടും വീണ്ടും നിർബന്ധിക്കുന്നു ഊണ് കഴിക്കാൻ. കീർത്തിയുടെ ഹൃദയം പൂർവാധിക ശക്തിയിൽ മിടിച്ചുകൊണ്ടിരുന്നു. ഈശ്വരാ, എന്തൊരു അഗ്നി പരീക്ഷയാണിത്! എന്നെ രക്ഷിക്കൂ. അവൾ മൗനമായി പ്രാർത്ഥിച്ചു. തീരെ വിശപ്പില്ല എന്ന് പലതവണ കീർത്തി പറഞ്ഞു നോക്കി. വിനയൻ സമ്മതിച്ചില്ല. ഒരു ഉരുള ചോറെങ്കിലും കഴിക്കാതെ ഞാൻ സമ്മതിക്കില്ല. എഴുന്നേൽക്കൂ, എഴുന്നേൽക്കാൻ. അയാൾ അവളുടെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. നിവൃത്തിയില്ലാതെ അവൾ അയാളോടൊത്ത് പുറത്തേക്ക് വന്നു. അവളുടെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. താഴെ ഡൈനിങ് ഹാളിലേക്ക് നടക്കുമ്പോൾ കീർത്തിയുടെ കണ്ണുകൾ അവിടെയെല്ലാം തിരയുകയായിരുന്നു. അയാൾ അവിടെ എങ്ങനെ ഉണ്ടോ? അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈശ്വരാ, കാണരുതേ. വിനയൻ ധാരാളം തമാശകൾ പറഞ്ഞ് അവളെ ഉന്മേഷവതിയാക്കാൻ ശ്രമിച്ചു. അയാളുടെ സംസാരം കേട്ട് രശ്മി പൊട്ടിച്ചിരിച്ചു. രശ്മി ഉറക്കെ ചിരിക്കുന്ന ശബ്ദം കേട്ട് കീർത്തി ഭയന്നു. കാച്ചിയ പപ്പടം കൈകൊണ്ട് ഞെരിച്ചുകൊണ്ട് വിനയൻ പറഞ്ഞു, അങ്ങോട്ട് നോക്കൂ രശ്മി. പാവം സായിപ്പിന് അറിഞ്ഞുകൂടാ ഈ പപ്പടം എന്ന വസ്തു എന്തിനാണെന്ന്. അയാൾ കാട്ടുന്നത് കണ്ടോ? അടുത്ത മേശയിലേക്ക് ചൂണ്ടിയാണ് അയാൾ അത് പറഞ്ഞത്. 2 സായിപ്പുമാർ അവരുടെ മുമ്പിൽ പ്ലേറ്റുകളിൽ ചോറ്, സാമ്പാർ, അവിയൽ, പപ്പടം. അവർക്ക് ചോറുണ്ണാൻ അറിയാമോ വിനയേട്ടാ? രശ്മി ചോദിച്ചു. ചോറുണ്ണാൻ അറിയാം, പക്ഷേ പപ്പടം എന്ത് ചെയ്യുമെന്നാണ് അവരുടെ ആലോചന. കണ്ടില്ലേ? രശ്മി വാപ്പൊത്തി ചിരിച്ചു. കീർത്തി, ദാ നോക്കൂ, ആ മദാമ നിന്നെ കുറേ നേരമായി നോക്കുന്നു. നിന്റെ തലമുടിയിലാണ് പാട്ടിയുടെ നോട്ടം. കണ്ടോ? ഒന്ന് നോക്കുന്ന. കീർത്തി അയാൾ പറഞ്ഞൊന്നും കേട്ടില്ല. അവൾ ചോറിൽ വിരലിട്ട് ഇളക്കി ഇരുന്നു. ഒരു ഉരുള പോലും കഴിക്കാൻ തോന്നുന്നില്ല. വയറ്റിലാകെ ഒരുമാതിരി കത്തൽ, അസ്വസ്ഥത. എന്തോ ഒന്ന് ഉരുണ്ടുരുണ്ട് മേലോട്ട് കയറുന്നു. തൊണ്ടയിലോളം എത്തുന്നു. മനസ്സ് പിടിവിട്ടു പോകുന്നു. എന്താ, ഒന്നും കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ടാഞ്ഞിട്ടാണ് വിനയേട്ടാ. വളരെ ദയനീയമായിരുന്നു അവളുടെ സ്വരം. ശരി, എഴുന്നേറ്റ് കൈ കഴുകിക്കോളൂ. തിരിച്ച് റൂമിലേക്ക് പോകുമ്പോൾ കീർത്തി തലക്കുനിച്ച് പിടിച്ച് വേഗം നടന്നു. ആരും തന്നെ കാണരുത് എന്ന മട്ടിൽ. അവൾ ഓടി മുറിക്കുള്ളിൽ കയറി കിടക്കയിൽ ചെന്നിരുന്നു കിതച്ചു. നിനക്ക് എന്തു പറ്റി? എന്തിനാണ് ഓടിയത്? എന്താണിങ്ങനെ വിയർക്കുന്നത്? വിനയൻ പരിഭ്രമിച്ചു. ആ ഫാനൊന്ന് ഇടൂ, എനിക്ക് വല്ലാത്ത തലവേദന. രശ്മി വരാന്തയിൽ തന്നെ നിൽക്കുകയായിരുന്നു. അവൾ അകത്തേക്ക് വരാൻ കൂട്ടാക്കിയില്ല. വിനയൻ അവളെ കൂട്ടിക്കൊണ്ടുവരാനായി പുറത്തേക്ക് പോയി. കീർത്തി ചുറ്റും നോക്കി. മുറിയുടെ ജനലുകൾ തുറന്നു കിടക്കുകയാണ്. ഓടിച്ചെന്ന് അതെല്ലാം വലിച്ചടക്കണമെന്നുണ്ട്. പക്ഷെ വയ്യ, തനിക്ക് ഒന്നിനും വയ്യ. വരേണ്ടായിരുന്നു എന്ന് അവൾക്ക് തോന്നി. ഇങ്ങനെയൊരു യാത്ര പുറപ്പെടാൻ തീരുമാനമെടുത്ത നിമിഷത്തെ അവൾ ശപിച്ചു. തിരിച്ചു പോയാലോ? ഇവിടെ ഇനി ഒന്നും കാണാനില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അതിനുള്ള മനസ്സുഖം തനിക്കിപ്പോഴില്ല. മനസ്സ് അസ്വസ്ഥമായിരിക്കുമ്പോൾ എങ്ങനെയാണ് കാഴ്ചകൾ കാണുക? പോകാം, എത്രയും വേഗം. അതാണ് നല്ലത്. പക്ഷേ വിനയേട്ടനോട് എങ്ങനെ പറയും? പറഞ്ഞാൽ സമ്മതിക്കുമോ? വിനയേട്ടന് എന്ത് തോന്നും? ഈ യാത്ര സത്യത്തിൽ വിനയേട്ടന് വേണ്ടിയായിരുന്നില്ല, തനിക്ക് വേണ്ടിയായിരുന്നു. വിവാഹം കഴിഞ്ഞപ്പോൾ മുതൽ ഈ യാത്ര തൻ്റെ സ്വപ്നമായിരുന്നു. ഇപ്പോഴിതാ സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുന്നു. അപ്പോൾ നമുക്ക് തിരിച്ചു പോകാം വിനയേട്ടാ എന്ന് പറഞ്ഞാൽ നിനക്ക് കിറുക്കുണ്ട കീർത്തി എന്ന് ചോദിക്കില്ലേ? സത്യത്തിൽ തനിക്ക് കിറക്കു പിടിക്കുമെന്ന് തോന്നുന്നു. അയാൾ തന്നെ കണ്ടിരിക്കുന്നു. ആ നോട്ടം, ആഴ്ന്നിറങ്ങുന്ന നോട്ടം. കണ്ണുകളിൽ നിറയെ പകയും വൈരാഗ്യവുമാണ്. അയാൾ ആ നിമിഷത്തിൽ മുന്നോട്ട് വന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ. നിൽക്കൂ. വിനയേട്ടൻ അമ്പരക്കുന്നു. തൻ്റെ മുഖത്ത് വിളർച്ച, പരിഭ്രമം. വിനയേട്ടനും പരിഭ്രമിക്കുന്നു. അയാൾ തന്നെ ചൂണ്ടി ചോദിക്കുന്നു, ഇവിടെ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? അയാൾ അടുത്തെത്തി പറയുന്നു, കീർത്തി. നോക്കൂ എൻ്റെ മുഖത്തേക്ക്. വിനയേട്ടൻ അപ്പോൾ ചോദിക്കുന്നു, ഏയ് മിസ്റ്റർ, നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ കീർത്തിയോട് ചോദിക്കൂ.
അല്ലെങ്കിൽ ഞാൻ പറയാം, ഇവളെൻ്റെ സ്റ്റെനോഗ്രാഫറായിരുന്നു. ഞാനും ഇവളും തമ്മിൽ അടുപ്പമായിരുന്നു. എന്നോടൊപ്പം പലതവണ. ഏയ്, വിനയൻ്റെ വിളറുന്ന മുഖം. റിയലി സ്പീക്കിംഗ്, ഇവളെൻ്റെ റൂമിൽ പലപ്പോഴും വന്നിരുന്നു. ഞങ്ങൾ പലപ്പോഴും. നിർത്താൻ വിനയേട്ടൻ അലർന്നു. വിനയേട്ടൻ്റെ മുഖം കോപം കൊണ്ട് ജ്വലിക്കുന്നു. അയ്യോ വിനയേട്ടാ, കീർത്തി ഉറക്കെ നിലവിളിച്ചു. വിനയൻ മയങ്ങി തുടങ്ങിയിരുന്നു. അയാൾ ഞെട്ടി ഉണർന്നു. എന്താ കീർത്തി? ഒരു കുട്ടി എന്നവണ്ണം അയാൾ അവളെ സ്നേഹപൂർവ്വം തലോടി. അവളുടെ കണ്ണുകളിൽ ജലം പെരുകി, ചുണ്ടുകൾ വിതുമ്പി. അവൾ ചുറ്റും നോക്കി. താൻ എവിടെയാണ്? ഞാൻ എന്തോ കണ്ടു. സ്വപ്നമാവും. എഴുന്നേൽക്കൂ, നമുക്കൊന്ന് പുറത്തു പോവാം. ഇപ്പോൾ എത്ര മണിയാ? അവൾ ചോദിച്ചു. 4 കഴിഞ്ഞു. ഇപ്പോഴാണ് പോകാൻ പറ്റിയ സമയം, വിനയൻ പറഞ്ഞു. ഞാൻ വരുന്നില്ല വിനയേട്ടാ. എന്താ, തലവേദന കുറഞ്ഞില്ലേ? ഈ മുറിയിലിങ്ങനെ അടച്ചിരുന്നാൽ തന്നെ അസുഖം കുറയില്ല. വേണ്ട വിനയേട്ടാ, എനിക്കിപ്പോഴും നല്ല തലവേദനയുണ്ട്. രശ്മി എവിടെ? അവൾ പിണങ്ങിയിരിക്കുകയാണ്. അതാ ആ വരാന്തയിൽ നിൽപ്പുണ്ട്. കീർത്തി ഓർത്തു. പുറത്തു പോകാൻ പറ്റാത്തതിൽ അവൾക്ക് ദുഃഖം കാണും. പാവം കുട്ടി, എത്ര ആഗ്രഹത്തോടെയാണ് വന്നത്. എന്നിട്ട് കീർത്തി പറഞ്ഞു, എനിക്ക് തീരെ വയ്യാഞ്ഞിട്ടാണ്. തല പിളർന്നു പോകുന്നത് പോലെ വേദന. വിനയേട്ടൻ രശ്മിയും കൂട്ടി ഒന്ന് പോകൂ. അവൾക്കല്ലെങ്കിൽ വലിയ സങ്കടമാവും. താനില്ലെങ്കിൽ ഞാനുമില്ല, വിനയം വാശി പിടിച്ചു. എന്താണിത് വിനയേട്ടാ? നാളെ നമുക്ക് ഒന്നിച്ചു പോകാം. ഇപ്പോൾ ഒന്ന് അവളെ കൊണ്ടുപോകൂ. പ്ലീസ് വിനയേട്ടാ. താൻ തലവേദന എടുത്ത് കിടക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെ പോകും? അത് സാരമില്ല, ഞാനിവിടെ കിടന്നോളാം. അയാൾ സൂട്ട്കേസ് തുറന്ന് തലവേദനയ്ക്കുള്ള ഗുളിക എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കഴിച്ചു കിടന്നോളൂ. തലവേദനയ്ക്കുള്ള ഗുളികയാണ്. എന്തായാലും ഇത് കരുതിയിരുന്നത് നന്നായി. ഇവിടെ ഇതൊന്നും കിട്ടില്ല. അയാൾ വരാന്തയിലേക്ക് നോക്കി വിളിച്ചു. രശ്മി വരൂ, നമുക്ക് പോകാം. അപ്പോൾ ചേച്ചി വരുന്നില്ലേ? രശ്മിയുടെ മുഖം വാടി. ഇല്ല, ചേച്ചിക്ക് തലവേദന. നമുക്ക് വേഗം തിരിച്ചെത്താം. രശ്മിയും വിനയേട്ടനും പുറത്ത് കടന്നപ്പോൾ കീർത്തി എഴുന്നേറ്റ് ചെന്ന് വാതിലടച്ച് കുറ്റിയിട്ടു. വിനയൻ കൊടുത്ത ഗുളിക അവൾ മുറുകെ പിടിച്ചിരുന്നു. തല വേദനിക്കുന്നു എന്ന് പറഞ്ഞത് വെറുതെയാണ്. പാവം വിനയേട്ടൻ അത് വിശ്വസിച്ചിരിക്കുന്നു. വേദനിക്കുന്നത് തലയല്ല, മനസ്സാണ്. പക്ഷേ അതെങ്ങനെ പറയും? അയാൾ തന്നെയായിരുന്നുവോ അത്? ചിലപ്പോൾ അയാളുടെ ചായയുള്ള ആരെങ്കിലും ആയിക്കൂടുന്നുണ്ടോ? പക്ഷേ നോട്ടം, അതേ നോട്ടം, ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന നോട്ടം, അതുതന്നെ. നീട്ടി വളർത്തിയ മുടിയും താടിയും. തനിക്ക് തെറ്റിയിട്ടില്ല. ആൾ അതുതന്നെ. എന്താവും അയാളുടെ മനസ്സിൽ? ചിലപ്പോൾ തന്നെ അപ്രതീക്ഷിതമായി കണ്ടപ്പോഴുണ്ടായ അത്ഭുതം കൊണ്ടാവാം അങ്ങനെ നോക്കി നിന്നത്. മുഖത്ത് അത്ഭുതമായിരുന്നുവോ അതോ പ്രതികാരമോ? ഇനിയും കണ്ടാൽ ഒരുപക്ഷെ നേരിട്ട് വന്ന് സംസാരിച്ചെന്ന് വരാം. വിനയേട്ടനോട് സ്വയം പരിചയപ്പെടാൻ ശ്രമിച്ചെന്നും വരാം. ഞാൻ കീർത്തിയുടെ ഓഫീസറായിരുന്നു. കീർത്തി എൻ്റെ സ്റ്റെനോഗ്രാഫറായിരുന്നു. അതിലപ്പുറം എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ഒരേ ഓഫീസിൽ വർക്ക് ചെയ്തിരുന്നവരാകയാൽ കുറച്ച് അടുത്തിടപെട്ടിട്ടുണ്ട്, അല്ലാതെ മറ്റൊന്നും. കീർത്തി അങ്ങനെ ആശ്വസിക്കാൻ ശ്രമിച്ചു. പക്ഷേ അടുത്ത നിമിഷം അവൾ കൂടുതൽ അസ്വസ്ഥയായി. അയാളെ മനഃപൂർവ്വം അവഗണിക്കുകയായിരുന്നു എന്നയാൾ മനസ്സിലാക്കിയിരിക്കില്ലേ? അയാളിൽ നിന്നും രക്ഷപ്പെടാനാണ് താൻ ഉദ്യോഗം പോലും രാജിവെച്ചത് എന്ന് അയാൾക്ക് തോന്നിയിരിക്കില്ലേ? രാജിവെക്കുന്നതിന് മുമ്പ് അയാളെ കാണാതിരുന്നതും പിന്നീട് ഒരു കത്ത് പോലും അയക്കാതിരുന്നതുമൊക്കെ മനഃപൂർവ്വമാണെന്ന് അയാൾ മനസ്സിലാക്കിയിരിക്കില്ലേ? വിവാഹം അയാളെ അറിയിക്കാതിരുന്നത് അയാളിൽ പ്രതികാരചിന്ത വളർത്തിയിരിക്കില്ലേ? അയാളെ തോൽപ്പിച്ചവൾ എന്ന പക ഭയങ്കരമായിരിക്കും. കീഴ്പ്പെടുത്താൻ കഴിയാത്തതിനുള്ള രോഷം രൂക്ഷമായിരിക്കും. ഈശ്വര, താൻ പാടിയ ടേപ്പ് അയാളിപ്പോഴും സൂക്ഷിക്കുന്നുണ്ടായിരിക്കുമോ? ഒരു തെളിവെന്ന നിലയിൽ അയാളത് ഹാജരാക്കിയാൽ? കീർത്തിയുടെ നെഞ്ച് ഉച്ചത്തിൽ മിടിക്കാൻ തുടങ്ങി. അവൾക്കിപ്പോൾ ശക്തിയായി തലവേദനിക്കാനും തുടങ്ങി. വയ്യ, ഇങ്ങനെ ദഹിക്കാൻ തനിക്ക് വയ്യ. ഉരുക്കി ഇവിടെ ഇരുന്ന് മരിക്കാൻ തനിക്ക് കഴിയില്ല. വിനയേട്ടനൊന്ന് വേഗം തിരിച്ചു വന്നിരുന്നെങ്കിൽ ഈ നിമിഷം തന്നെ നമുക്ക് തിരിച്ചു പോകാം. എനിക്ക് തീരെ സുഖമില്ല എന്ന് പറയാമായിരുന്നു. രശ്മിക്ക് ഇച്ഛാഭംഗം തോന്നുമായിരിക്കും. എന്നാലും സാരമില്ല, അവളോട് പറയാം. നമുക്ക് ഇനിയൊരിക്കൽ വരാം. ചേച്ചിക്ക് തീരെ വയ്യാഞ്ഞിട്ടാണ്. ദുഃഖത്തോടെയെങ്കിലും രശ്മി സമ്മതിക്കാതിരിക്കില്ല. ചേച്ചിയെ അവൾക്കത്ര ഇഷ്ടമാണ്. എന്തായാലും ഇവിടം വിട്ടു പോകണം, അല്ലാതെ തനിക്കിത് സ്വസ്ഥത കിട്ടില്ല. ഇപ്പോൾ സമയം എന്തായിട്ടുണ്ടാവും? അവൾ വിനയനെയും രശ്മിയെയും അക്ഷമയായി കാത്തിരുന്നു. വാതിൽ മുട്ടുന്നത് കേട്ടപ്പോൾ അവൾക്ക് ആശ്വാസമായി. താൻ കൂടി ചെല്ലാത്തതുകൊണ്ട് വേഗം തിരിച്ചു പോകുന്നതാവും. വിനയന് ഒരു രസവും തോന്നിയിരിക്കില്ല. തിരിച്ചു പോരാൻ രശ്മിയും സമ്മതിച്ചിരിക്കും. അവൾ ഓടിച്ചെന്ന് വാതിൽ തുറന്നു. അവൾ ഞെട്ടിപ്പോയി. വാതിലിന് മുന്നിൽ ക്രൂരമായ ചിരിയോടെ നിൽക്കുന്ന ജയനാരായണൻ. അവൾക്ക് ശ്വാസം നിലച്ചതുപോലെയായി. ചരിക്കാനാവാതെ, ശബ്ദിക്കാനാവാതെ അവൾ നിന്നു പ്രതിമ പോലെ. തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? അയാളുടെ ശബ്ദം മുറിയിൽ മുഴങ്ങിയപ്പോൾ കീർത്തി വീണ്ടും നടുങ്ങി. എനിക്കറിയാമായിരുന്നു എന്നെങ്കിലും നീ എൻ്റെ കയ്യിൽ വന്ന് വീഴുമെന്ന്. അയാൾ ചിരിച്ചു, ക്രൂരമായ ചിരി. അവൾ ശബ്ദിക്കാൻ ശ്രമിച്ചു. നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? നിന്നെ കാണാൻ. എൻ്റെ ഭർത്താവ് ഇപ്പോൾ വരും. അദ്ദേഹം വരുന്നതിന് മുമ്പ് ദയവായി പ്ലീസ്, അവൾ കെഞ്ചി. വരട്ടെ, ദയവായി നിങ്ങളൊന്ന് പോകൂ. ഞാൻ ആഗ്രഹിച്ചതൊന്നും ഇന്നുവരെ നടക്കാതിരുന്നിട്ടില്ല. ഒരു പെണ്ണും എന്നെ തോൽപ്പിച്ചിട്ടുമില്ല, നീ ഒഴികെ. പക്ഷേ ഞാൻ ഒരിക്കലും തോൽക്കില്ല, ഒരിക്കലും. അവൾ വീണ്ടും പറഞ്ഞു, അപേക്ഷിച്ചു.
നിങ്ങൾ പോകണം. ദൈവത്തെ ഓർത്ത് ഞാൻ കാലി പിടിച്ച് അപേക്ഷിക്കുന്നു. എൻ്റെ ജീവിതം നിങ്ങൾ നശിപ്പിക്കരുത്. പോകാം. പക്ഷെ ഒരു കാര്യം, ഞാൻ നിൻ്റെ ഭർത്താവിനെ കണ്ടു. അയാൾ പുറത്തേക്ക് പോകുന്നത് കണ്ടിട്ടാണ് ഞാനിങ്ങോട്ട് വന്നത്. വേണമെങ്കിൽ അപ്പോൾ തന്നെ എനിക്ക് അയാളോട് പറയാമായിരുന്നു നമ്മൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്. നീ പാടിയ കാസറ്റുണ്ടല്ലോ, ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അതും കൊടുക്കാമായിരുന്നു. പക്ഷേ അതുകൊണ്ട് എന്തു ഫലം? നിങ്ങളുടെ ബന്ധം തകർത്തിട്ട് എനിക്കെന്ത് നേട്ടം? എനിക്ക് നിന്നെ ഭാര്യയാകണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു രാത്രി, ഒറ്റ രാത്രി നിൻ്റെ ഒപ്പം കഴിയണം. അന്നേ നീ അത് സമ്മതിച്ചിരുന്നെങ്കിൽ നിന്നെ തേടി ഞാനിപ്പോൾ വരില്ലായിരുന്നു. കീർത്തി രണ്ട് കൈകൊണ്ടും ചെവി പൊത്തി. അവൾ പുറകോട്ട് നീങ്ങാൻ ശ്രമിച്ചു. അവൾക്ക് തലചുറ്റാൻ തുടങ്ങി. ഭൂമിയാകെ കറങ്ങാൻ തുടങ്ങി. പറയൂ, ഇന്ന് രാത്രി സമ്മതമാണോ? അയാൾ അവളുടെ കൈ പിടിക്കാൻ മുന്നോട്ടാഞ്ഞു. പെട്ടെന്ന് എവിടെ നിന്നോ ധൈര്യം വീണ് കിട്ടിയതുപോലെ അവൾ അലറി. ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. നിങ്ങളിവിടെ നിന്ന് പോകുന്നുണ്ടോ? പോകാൻ? കീർത്തിയുടെ ശബ്ദം വളരെ ഉച്ചത്തിലായിരുന്നു. നീ എന്നെ തോൽപ്പിക്കാനാണ് ഭാവ, അല്ലേ? നിന്നെ ഞാൻ... ജയനാരായണൻ അവളുടെ കൈ കടന്നു പിടിച്ചു, ഞെരിച്ചു. പെട്ടെന്നാണ് രശ്മി വാതിക്കലേക്ക് ഓടിയെത്തിയത്. ചേച്ചി, കുട തരൂ, മഴ. അവൾ പറയാൻ വന്നത് മുഴുമിപ്പിച്ചില്ല. അപ്പോഴാണ് മുറിക്കുള്ളിൽ ഒരു മനുഷ്യൻ നിൽക്കുന്നത് കണ്ടത്. അവൾ ഭയപ്പെട്ടു പോയി. അയാൾ ചേച്ചിയുടെ കയ്യിൽ പിടിച്ചു വലിക്കുന്നു. അയാൾ ചേച്ചിയെ ആക്രമിക്കുവാൻ തുടങ്ങുന്നു. ചേച്ചി കരയുന്നു. പെട്ടെന്ന് രശ്മി തിരിച്ചോടി. അവൾ വിനയേട്ട എന്നും ഉറക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. ജയനാരായണൻ കീർത്തിയുടെ കയ്യിലെ പിടിവിട്ടു. മുറിയിൽ നിന്ന് വേഗം പുറത്തിറങ്ങിപ്പോയി. കീർത്തി സ്തംഭിച്ചു നിന്നു. രശ്മി, എന്താണ് സംഭവിച്ചത്? ഒരു നിമിഷം എന്തു വേണമെന്നറിയാതെ അവൾ പതറി. പിന്നെ ആവുന്നത്ര ശക്തിയെടുത്ത് വിളിച്ചു. രശ്മി, രശ്മി, നിൽക്കൂ മോളെ, നിൽക്കൂ, ചേച്ചിയാണ് വിളിക്കുന്നത്. രശ്മി നിൽക്കാതെ തിരിഞ്ഞു നോക്കാതെ ഓടുകയായിരുന്നു. അവൾ സ്റ്റെയർ കേസുകൾ ഓടിയിറങ്ങാൻ തുടങ്ങി. പെട്ടെന്ന് അവളുടെ കാൽ തെറ്റി. അവൾ പടികളിലൂടെ താഴേക്ക് ഉരുളാൻ തുടങ്ങി. അയ്യോ മോളെ രശ്മി! കീർത്തി കണ്ണുകൾ പൊത്തി. ആശുപത്രിയിൽ രശ്മി ബോധമറ്റ് കിടന്നു. അവളുടെ കാലിലും കയ്യിലും എങ്ങും വലിയ മുറിവുകളൊന്നും കാണാനില്ലായിരുന്നു. പക്ഷേ അവൾ കണ്ണു തുറന്നില്ല. കിടക്കയ്ക്കരികിൽ നിന്ന് തേങ്ങുന്ന ചേച്ചിയെ, അച്ഛനെ, വിനയേട്ടനെ ആരെയും തിരിച്ചറിഞ്ഞില്ല. പതിവ് ചോദ്യങ്ങളും സംശയങ്ങളും കൊണ്ട് ആരെയും ബുദ്ധിമുട്ടിച്ചില്ല. ഡോക്ടർമാർ തിരക്കിട്ട് വരികയും പോവുകയും ചെയ്തു. അവർ ഏതൊക്കെയോ മരുന്നുകൾ അവളുടെ കുഞ്ഞു ശരീരത്തിലേക്ക് കുത്തിക്കയറ്റി. അവൾ വേദന കൊണ്ട് പുളയുകയോ കരയുകയോ ചെയ്തില്ല. നിർവികാരയായി ഒരേ കിടപ്പ്. അവളുടെ മൂക്കിലും വായിലും ട്യൂബിട്ടിരുന്നു. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും വെള്ളയെടുപ്പ് ധരിച്ച സിസ്റ്റർമാർ വന്ന് ട്യൂബിൽ കൂടി അവൾക്ക് ഭക്ഷണം കൊടുത്തു, പാൽ കൊടുത്തു. രശ്മി ഒന്നും അറിഞ്ഞില്ല. അവൾ സുഖമായി ഉറങ്ങുകയായിരുന്നു. ഒരാഴ്ചയിലേറെയായിരിക്കുന്നു അവൾ ഉറങ്ങാൻ തുടങ്ങിയിട്ട്. കീർത്തി അനിയത്തിയുടെ കിടക്കയ്ക്കരികിൽ രാവും പകലും കുത്തിയിരുന്നു. ഉറങ്ങാതെ, ആഹാരം കഴിക്കാതെ, കുളിക്കാതെ. അവൾ ആരോടും സംസാരിച്ചില്ല. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകിക്കൊണ്ടേയിരുന്നു. അനിയത്തിയുടെ മുഖത്ത് നോട്ടം ഉറപ്പിച്ച് അവൾ കാത്തിരുന്നു. അവൾ അബോധാവസ്ഥയിൽ നിന്ന് ഉണർന്നെഴുന്നേൽക്കുന്നത് കാണാൻ. വിനയം പലതവണ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. നീ ഇങ്ങനെ ആദ്യ പിടിക്കാതിരിക്കും കീർത്തി. അവൾക്കൊരു കുഴപ്പവും വരില്ല, ഡോക്ടർ ഉറപ്പിച്ച് പറയുന്നു. അഥവാ ഡോക്ടർ കൈയൊഴിയുന്നുവെന്നിരിക്കട്ടെ, നമുക്ക് രശ്മിയെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. ലോകത്തിൻ്റെ ഏത് കോണിൽ വരെ പോകേണ്ടി വന്നാലും ശരി, രശ്മിയെ ഞാൻ രക്ഷിക്കും, തീർച്ച. അയാൾ അങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴൊക്കെ കീർത്തി നിറഞ്ഞ കണ്ണുകളോടെ അയാളെ നോക്കുക മാത്രം ചെയ്തു. അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ വിനയന് ദുഃഖം തോന്നും. കണ്ടാൽ ആളറിയാത്ത വിധം കീർത്തി മാറിപ്പോയിരിക്കുന്നു. വിളറി വെളുത്ത് രക്തപ്രസാദം നശിച്ച് പാറിപ്പറന്ന തലമുടിയും ഉണ്ടിട്ടാണ് കണ്ണുകളുമായി ഇത് കീർത്തിയാണോ? വിനയന് പലപ്പോഴും സംശയം തോന്നി. ഇത് കീർത്തിയാണോ, തൻ്റെ പഴയ കീർത്തി? അച്ഛനെ കണ്ടപ്പോൾ കീർത്തി പൊട്ടിക്കരഞ്ഞു. അവൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. രശ്മിയെ കൊണ്ടുപോകണ്ട, അവൾ നിങ്ങൾക്ക് അസൗകര്യമായിരിക്കുമെന്ന് അച്ഛൻ എത്ര തവണ പറഞ്ഞു. കൂട്ടാക്കാതെയാണ് കൊണ്ടുപോയത്. ഇങ്ങനെ അശുഭമായി എന്തെങ്കിലും മുന്നിൽ കണ്ടുകൊണ്ടാവുമോ അച്ഛൻ തടഞ്ഞത്? അച്ഛൻ്റെ ജീവനാണവൾ, രശ്മി. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ? അച്ഛൻ സ്വയം നിയന്ത്രിച്ചു നിന്നു. കരയാതെ മോളെ, കരഞ്ഞിട്ട് എന്താണ് ഫലം എന്ന് മാത്രം പറഞ്ഞു. കീർത്തിക്കപ്പോൾ സങ്കടം ഏറുകയാണ് ചെയ്തത്. അവൾ അച്ഛൻ്റെ മാറിൽ ചാരി തേങ്ങി. രശ്മി ആശുപത്രിയിലായിട്ട് 2 ആഴ്ചയോളമാകുന്നു. ഒരു മാറ്റവുമില്ലാതെ, ഒരു ചലനവുമില്ലാതെ അതേ കിടപ്പ്. ജീവൻ്റെ ലക്ഷണമായി ശ്വാസോച്ഛ്വാസം മാത്രം. ട്യൂബുകളിൽ കൂടി ആഹാരവും മരുന്നും എല്ലാം. ഡോക്ടർമാർ രാത്രിയും പകലും ഒരുപോലെ അവളെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. ആരൊക്കെ പറഞ്ഞിട്ടും കീർത്തി അനുജത്തിയുടെ കിടക്കയ്ക്കരികിൽ നിന്ന് മാറിപ്പോകാൻ കൂട്ടാക്കിയതേയില്ല. കുളിയോ ഉറക്കമോ സമയത്തിന് ആഹാരമോ ഒന്നുമില്ലാതെ അവൾ കുത്തിയിരുന്നു. രശ്മിയെ പരിശോധിക്കാനായി ഡോക്ടർമാർ വരുമ്പോഴൊക്കെ അവൾ ആശങ്കയോടെ ചോദിക്കും, രശ്മിക്ക് ബോധം വീഴുമോ? തീർച്ചയായും, അതിനല്ലേ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ, എപ്പോഴാണ് അവൾക്ക് ബോധം തെളിയുക? അത് പറയാൻ പറ്റില്ല. അടുത്ത നിമിഷം വേണമെങ്കിലും അവൾ ഉണർന്നേക്കാം. കീർത്തി അനുജത്തിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ഡോക്ടർ ചോദിച്ചു, എന്താ? ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലേ? നിങ്ങൾ അപ്സെറ്റ് ആകാതിരിക്കൂ. വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടില്ലെന്ന് ധരിക്കുക. ഡോക്ടർ, ബോധം വീണാലും കഴിഞ്ഞ കാര്യങ്ങളൊക്കെ അവൾക്ക് ശരിയായി ഓർമ്മിക്കാൻ കഴിയുമോ? കഴിയും എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്.
ഞങ്ങളാൽ ആവുന്നത്ര ട്രൈ ചെയ്തു നോക്കുകയാണ്. ഡോണ്ട് വറി. വിനയൻ മുറിയിലേക്ക് വന്നു. അയാൾ ഒന്ന് കുളിക്കാനും മറ്റുമായി വീട്ടിലേക്ക് പോയതായിരുന്നു. പോകാൻ നേരം കീർത്തിയെ കൂടി ഒപ്പം കൊണ്ടുപോകാൻ ആവുന്നത്ര ശ്രമിച്ചു നോക്കിയതാണ്. പക്ഷേ അവൾ വഴങ്ങണ്ടേ. അമ്മ എവിടെ? അയാൾ ചോദിച്ചു. അമ്മ കീർത്തി ചുറ്റും നോക്കി. വിനയേട്ടൻ്റെ അമ്മ ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പോൾ എവിടെ പോയി? അമ്മയെ തിരക്കി പുറത്തേക്ക് ഇറങ്ങുമ്പോഴും വാതിക്കൽ അവർ എത്തി. അമ്മ എവിടെ പോയിരുന്നു? കീർത്തിയോട് ചോദിച്ചിട്ട് അവൾക്കൊരു പിടിയുമില്ല. അമ്മ മൂക്കത്ത് വിരൽ വെച്ചു. ഈ കുട്ടി ഇങ്ങനെയായാൽ എന്താണ് ചെയ്യുക? ഞാൻ സിസ്റ്ററിൻ്റെ റൂം വരെ പോയതാണ്. കീർത്തിയോട് പറഞ്ഞിട്ടാണ് പോയത്. രശ്മിയുടെ ദേഹം തുടക്കാൻ ഇതുവരെ ആരും വന്നിട്ടില്ല. ചെന്ന് ഓർമ്മിപ്പിച്ചില്ലെങ്കിൽ അവർ മറന്നു പോകും. കീർത്തി അമ്മ പറയുന്നത് കേട്ടിട്ടും പ്രതിമ പോലെ ഇരിക്കുകയാണ്. യാതൊരു പ്രതികരണവുമില്ല. അവൾ ഈ ലോകത്തൊന്നുമല്ലെന്ന് തോന്നി. രശ്മിയേക്കാളേറെ കീർത്തിയുടെ അവസ്ഥയിൽ വിനയന് ഉത്കണ്ഠ തോന്നി. അന്ന് രശ്മി കോണിപ്പടിയിൽ നിന്ന് വീണു. ബോധം കെട്ടതിന് ശേഷം കീർത്തി ഇന്നുവരെ ശരിക്കും സംസാരിച്ചിട്ടില്ല. ഒരു മൂളലോ ഒരു വാക്കോ മാത്രം. പരിസരബോധം തന്നെ നഷ്ടപ്പെട്ട മട്ടിലാണ് ഇരിപ്പ്. ചിലപ്പോൾ രശ്മിയുടെ മുഖത്തേക്ക് നോക്കിയിരുന്ന് വിങ്ങിക്കരയുന്നത് കാണാം. ചിലപ്പോൾ തനി നിർവികാരഭാവം. അച്ഛനും തൻ്റെ അമ്മയും താനും എത്രയോ തവണ അവളോട് പറഞ്ഞു കഴിഞ്ഞു, ഇങ്ങനെ ഈ കിടക്കക്കരികിൽ ഇരിക്കണ്ട, അല്പനേരമെങ്കിലും വീട്ടിൽ പോയി വിശ്രമിച്ചോളൂ എന്ന്. അവൾ കേട്ട മട്ടുപോലും കാണിക്കുന്നില്ല. ഓരോ തവണ ഡോക്ടർമാർ റൗണ്ട്സിന് വരുമ്പോഴും അവൾ ചോദിക്കും, ഡോക്ടർ, രശ്മിക്ക് ബോധം വീഴുമോ? താൻ എത്ര തവണയായി പറയുന്നു അങ്ങനെ എപ്പോഴും ചോദിക്കരുത് കീർത്തി, അവർക്ക് ദേഷ്യം വരുമെന്ന്. അവൾ കേൾക്കണ്ടേ? ഇന്ന് ഡോക്ടർ വന്നപ്പോഴും ചോദിച്ചുവോ എന്തോ? രശ്മിയെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് 2 ആഴ്ചയോളമായി. രശ്മിയേക്കാളേറെ കീർത്തിയാണിപ്പോൾ ക്ഷീണിച്ചത്. ഇത്രയും ദിവസം കൊണ്ട് ആളറിയാത്ത വിധം അവൾ മാറിയിരിക്കുന്നു. കുളിക്കാതെയും വസ്ത്രം മാറാതെയും ഉറങ്ങാതെയും. ഇന്നലെയോ മിനിഞ്ഞാന്നോ ആണെന്ന് തോന്നുന്നു അമ്മ നിർബന്ധിച്ച് ആശുപത്രിയിലെ ബാത്റൂമിലേക്ക് കുളിക്കാനായി കൂട്ടിക്കൊണ്ടു പോകുന്നത് കണ്ടു. വീട്ടിൽ പോയി വന്നപ്പോൾ അവളുടെ വസ്ത്രങ്ങൾ അമ്മ എടുത്തുകൊണ്ടുവന്നിരുന്നുവെന്ന് തോന്നുന്നു. തലമുടി ചീകാതെ വാരി വലിച്ചെടുത്ത വസ്ത്രങ്ങളുമായി നിമിഷങ്ങൾക്കകം അവൾ രശ്മിയുടെ അരികിൽ തിരിച്ചെത്തുകയും ചെയ്തു. വന്ന ഉടൻ അവൾ രശ്മിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. താൻ പോയതിനകം അവൾക്ക് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്നാണ് അറിയാനാവൂ. രശ്മിയോട് അവൾക്കുള്ള അടുപ്പം തനിക്കറിയാം. ഒരമ്മയ്ക്കുള്ള സ്നേഹവും വാത്സല്യവുമാണ് അവൾ കാട്ടാറുള്ളതെന്നും അറിയാം. പക്ഷേ ഇങ്ങനെ സ്വയം മറന്ന് വിഷമിക്കാൻ തുടങ്ങിയാൽ എന്താണൊരു നിവൃത്തി? മക്കൾക്ക് എന്തെങ്കിലും വന്നാൽ അമ്മമാർക്കും സഹിക്കാതെ മറ്റെന്ത് മാർഗമാണുള്ളത്? ഈ ലോകത്തിൽ അതൊക്കെ പതിവല്ലേ. കീർത്തി ഇങ്ങനെ തുടങ്ങിയാൽ എന്താണ് ചെയ്യുക? ഇക്കണക്കിന് രശ്മിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നീട് തനിക്കത് ചിന്തിക്കാൻ കൂടി ആവില്ല. വിനയൻ കീർത്തിയുടെ അടുത്തേക്ക് ചെന്നു. അവൾ അയാളെ നോക്കിയതേയില്ല. അയാൾ വിളിച്ചു, കീർത്തി. അവൾ തലയുയർത്തി. കണ്ണുകൾ രണ്ടും നിറഞ്ഞിരിക്കുന്നു. നീ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരുന്നാൽ എന്താണ് പ്രയോജനം? ആവുന്നതൊക്കെ നമ്മൾ ചെയ്യുന്നില്ലേ? ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. നമുക്ക് വീട്ടിലേക്ക് പോകാം. അമ്മ ഉണ്ടല്ലോ ഇവിടെ. അയാളെ ദയനീയമായി ഒന്ന് നോക്കിയിരിക്കുകയല്ലാതെ അവൾ എഴുന്നേറ്റില്ല. ആഹാരം കഴിക്കാതെയും ഉറങ്ങാതെയും ഇങ്ങനെ ഒരേ ഇരിപ്പിരുന്നാൽ നീയും കൂടി കിടപ്പിലാകും. വിനയേട്ടനെ ഇനിയും വിഷമിപ്പിക്കണമെന്നാണോ നിനക്ക്? പറയൂ. അപ്പോൾ കീർത്തിയുടെ നിയന്ത്രണം വിട്ടുപോയി. അവൾ തേങ്ങിക്കരയാൻ തുടങ്ങി. മോനെ വിനയ, മതി പറഞ്ഞത്, അമ്മ ഇടയിൽ കിടന്ന് പറഞ്ഞു. അവളെ വിഷമിപ്പിക്കണ്ട. ഇവിടെ ഇരുന്നാൽ അവൾക്ക് കിട്ടുന്ന സമാധാനം വീട്ടിൽ ചെന്നാൽ കിട്ടില്ല. അതാണ് അവൾ വരാത്തത്. നീ നിർബന്ധിക്കണ്ട. അമ്മ കീർത്തിയുടെ തലയിൽ സ്നേഹപൂർവ്വം തലോടാൻ തുടങ്ങി. അവൾ അവരുടെ മാറിലേക്ക് തല ചേർത്തു. കൊച്ചുകുട്ടിയെപ്പോലെ തേങ്ങിക്കരഞ്ഞു. വിനയൻ മുറിവിട്ട് പുറത്തേക്കിറങ്ങി. വരാന്തയിൽ കീർത്തിയുടെ അച്ഛൻ നിൽക്കുന്നുണ്ടായിരുന്നു. വിനയനെ കണ്ട് അയാൾ കണ്ണുകൾ തുടച്ച് ധൈര്യം നടിക്കാൻ ശ്രമിച്ചു. വിനയൻ ഓർത്തു, എല്ലാവരും തകർന്നു കഴിഞ്ഞിരിക്കുന്നു. മാനസികമായും ശാരീരികമായും. സദാ നേരവും ഓടിച്ചാടി നടന്നിരുന്ന, ഒരു നിമിഷം പോലും വായ പൂട്ടാതെ സംസാരിക്കുകയും ബഹളം കൂട്ടുകയും ചെയ്തിരുന്ന രശ്മി ചലനം മറ്റിക്കിടപ്പായതോടെ എല്ലാവരും ജീവനുള്ള ശവങ്ങളായി. പക്ഷേ എന്തെല്ലാം നേരിടേണ്ടി വന്നാലും മുന്നോട്ട് ചലിക്കാതിരിക്കാൻ ആവില്ലല്ലോ. അച്ഛൻ രശ്മി കിടക്കുന്ന കട്ടിലിനടുത്തേക്ക് വന്നു. രശ്മിയുടെ അരികിൽ ഒരു പ്രതിമ പോലെ ഇരിക്കുന്ന മകളെ കണ്ടു. തനിക്ക് ചുറ്റും സംഭവിക്കുന്നതൊന്നും അറിയാതെ ഉറങ്ങിക്കിടക്കുന്ന രശ്മിയുടെ വിളറിയ മുഖം കണ്ടു. അയാൾ സ്വയം നിയന്ത്രിക്കാൻ പാടുപെട്ടു. തൻ്റെ മകൾ, അവർക്ക് വേണ്ടിയാണ് താൻ ജീവിക്കുന്നത്. ശാരദ മരിച്ച ദിവസം, തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടെന്ന് തോന്നിയ ദിവസം, ഉമറത്തെ തൂണിൽ ചാരിക്കിടന്ന് വാഴയിലയിൽ കിടത്തിയ ചൈതന്യം നശിച്ച ശരീരം നോക്കിക്കൊണ്ട് നിന്നപ്പോൾ ജീവിതത്തിന് തന്നെ അർത്ഥമില്ലെന്ന് തോന്നിയ ദിവസം. രശ്മി അന്ന് കൊച്ചുകുട്ടിയായിരുന്നു. ഒന്നും അറിയാത്ത കൊച്ചുകുട്ടി. ആരുടെയോ ഒക്കത്തിരുന്ന് അവൾ കരയുകയോ ചിരിക്കുകയോ ചെയ്തു. താനൊന്നും അറിഞ്ഞില്ല. വീട് മുഴുവൻ അലമുറയിട്ട് കരഞ്ഞപ്പോഴും ചിതകത്തി ഉണർന്നപ്പോഴും ഒരു തരം മരവിപ്പായിരുന്നു, നിർവികാരതയായിരുന്നു. ഒടുവിൽ, അച്ഛാ. കീർത്തി തൻ്റെ മകൾ അരികിലെത്തി വിളിച്ചു. ശാരദയുടെ അതേ മുഖം, കണ്ണുകൾ. കരഞ്ഞ് അവളുടെ മുഖം വീർത്തിരുന്നു. തലമുടി പാറി പറന്നിരുന്നു. അവളുടെ ഒക്കത്തിരുന്ന് കരയുന്ന രശ്മി, തൻ്റെ കുഞ്ഞുമകൾ. അവൾ ശാരദയുടെ ജീവനായിരുന്നു. നിമിഷങ്ങളോളം നോക്കി നിന്നു. പിന്നെ ഓടിച്ചെന്ന് രശ്മിയെ വാരിയെടുത്തു. കീർത്തിയുടെ കണ്ണുനീർ കൊടുത്തുകൊണ്ട് പറഞ്ഞു, കരയരുത്. അച്ഛൻ്റെ മോൾ കരയരുത് മോളെ.
രശ്മിയുടെ കുഞ്ഞു കൈകൾ കയ്യിലെടുത്ത് ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ മോൾക്ക് ഞാനുണ്ട്, അച്ഛനുണ്ട്. നിങ്ങൾക്ക് വേണ്ടി അച്ഛൻ ജീവിക്കും. ഇന്നോളം ജീവിച്ചത് അവർക്ക് വേണ്ടിയായിരുന്നു. എന്നിട്ടിപ്പോൾ ഇതാ രണ്ടു മക്കൾ ഒരുപോലെ. തൻ്റെ മക്കൾ തനിക്ക് നഷ്ടപ്പെടുകയാണോ? ശ്രദ്ധിക്കാനാകാതെ അയാൾ പുറത്തേക്ക് തന്നെ പോന്നു. വിനയൻ ഡോക്ടറുടെ റൂമിലേക്ക് ചെന്നു. വെളുത്ത സുമുഖനായ ഡോക്ടർ എന്തോ വായിക്കുകയായിരുന്നു. ഡോക്ടർ. വിനയനോ? വരൂ, ഇരിക്കൂ. ഡോക്ടർ, ദേഷ്യം വരില്ലെങ്കിൽ ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത്. ഡോക്ടർ ചിരിച്ചു. ദേഷ്യമോ? എന്തിന്? ചോദിച്ചോളൂ. എന്തും. ഡോക്ടർ തുറന്നു പറയണം. രശ്മിയുടെ നില ഇപ്പോൾ എങ്ങനെയുണ്ട്? അവൾക്കൊരു മാറ്റവും കാണാത്തതുകൊണ്ടാണ്. അവളെ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോകണോ? ഡോക്ടർ ചിരിച്ചു. മിസ്റ്റർ വിനയൻ്റെ വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ നിങ്ങൾ കൂടി ഇങ്ങനെ അപ്സെറ്റായാലോ? ഞാൻ തുറന്നു പറയട്ടെ, രശ്മിയെ മറ്റെവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുപോകാം. പക്ഷേ മറ്റെവിടെ പോയാലും ഇവിടെ ഇപ്പോൾ ചെയ്യുന്നതിൽ കൂടുതലായൊന്നും അവർക്കും ചെയ്യാനില്ല. ആ കുട്ടി ചിലപ്പോൾ കുറച്ചേറെ ദിവസങ്ങൾ ഇങ്ങനെ കിടന്നേക്കാം. മാസങ്ങളോളവും വർഷങ്ങളോളവും ബോധമില്ലാതെ കിടന്ന കേസുകൾ അനവധിയുണ്ട്. 18 ദിവസങ്ങൾക്ക് ശേഷം ബോധം വീണ്ടും കിട്ടിയ ദിവസങ്ങളുണ്ട്. 6 മാസത്തിന് ശേഷവും 1 വർഷത്തിന് ശേഷവും 8 വർഷത്തിന് ശേഷവും ബോധം തിരിച്ചു കിട്ടിയവരുണ്ട്. ഇഷ്ടം പോലെ ചെയ്യൂ. ഡോക്ടർ, ഞാൻ പറഞ്ഞത് സാരമില്ല, ഞാൻ മനസ്സിലാക്കുന്നു. ഡോൺ വറി, ഡോൺ വറി. ഡോക്ടർ കാണുന്നില്ലേ എൻ്റെ ഭാര്യയുടെ നില? രശ്മിയുടെ ചേച്ചിയാണവൾ. അവളുടെ കാര്യം ഓർത്തിട്ടാണിപ്പോൾ ഏറെ ഭയം. ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങൾ എത്രയും വേഗം ആ സ്ത്രീയെ വീട്ടിലേക്ക് അയക്കണം. ഞാൻ സീരിയസ് ആയി പറയുകയാണ്. അവരെ ഇന്ന് കണ്ടപ്പോൾ തന്നെ പറയണമെന്ന് വിചാരിച്ചതാണ്. അവർ വളരെ സെൻസിറ്റീവ് ആണെന്ന് തോന്നുന്നു. ഞാൻ എത്രയായി നിർബന്ധിക്കുന്നു ഡോക്ടർ. ഒരു വിധത്തിൽ കൂട്ടാക്കുന്നില്ല. ഞാൻ എന്താണ് ചെയ്യുക? എങ്ങനെയെങ്കിലും അവരെ മാറ്റണം. അല്ലെങ്കിൽ അടുത്ത ബെഡിൽ അവരെയും കൂടി ഉടനെ കിടത്തേണ്ടി വരും. അവർ വല്ലാതെ അപ്സെറ്റായിരിക്കുന്നു. പിന്നെ രശ്മിയുടെ കാര്യത്തിൽ ഒന്നും പേടിക്കാനില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കീർത്തിയെ എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് കൊണ്ടുപോയേ മതിയാവൂ എന്ന ഉറച്ച തീരുമാനം എടുത്തിട്ടാണ് വിനയൻ ഡോക്ടറുടെ മുറിയിൽ നിന്ന് ഇറങ്ങിയത്. കീർത്തി. അവൾ തലയുയർത്തി നോക്കി. വിനയൻ്റെ അമ്മ. ശുഭ്രവസ്ത്രങ്ങൾ, കയ്യിൽ 2 ബാസ്ക്കറ്റുകൾ നിറയെ സാധനങ്ങൾ, ഫ്ലാസ്ക്. അമ്മ എവിടെ പോയിട്ട് വരികയാണ്? അവൾ ഓർക്കാൻ ശ്രമിച്ചു. മോളെ, എന്തിരിപ്പാണിത്? ഞാൻ വീട്ടിലേക്ക് പോകുമ്പോഴോ നീ ഇതേ ഇരിപ്പായിരുന്നു. ഞാൻ എടുത്തു വെച്ചിട്ട് പോയ കാപ്പി അതുപോലെ ഇരിപ്പുണ്ട്. എന്താണിത് മോളെ? അവർ മേശപ്പുറത്തേക്ക് ചൂണ്ടിയാണ് പറഞ്ഞത്. കാപ്പി. ശരിയാണ്, വിനയൻ്റെ അമ്മ തനിക്ക് കുടിക്കാനായി കാപ്പി എടുത്ത് വെച്ചിട്ടാണ് പോയത്. മറന്നുപോയി. ഞാനൊരു കാര്യം പറയാം. വിനയന് നീയും കൂടി വീട്ടിലേക്ക് പോകണം. ഞാനിവിടെ ഉണ്ടല്ലോ. നിന്നെ വീട്ടിലാക്കിയിട്ട് വിനയൻ തിരിച്ചു പോരും. അവിടെ കൃഷ്ണൻകുട്ടിയുണ്ട്. നീ സ്വസ്ഥമായി കിടക്കുകയോ വിശ്രമിക്കുകയോ ഒക്കെ ചെയ്യണം. ഞാൻ പോകില്ല അമ്മേ, കീർത്തി പെട്ടെന്ന് പറഞ്ഞു. എനിക്ക് പോകാൻ പറ്റില്ല. എന്താ? ഞങ്ങൾ നിന്റെ അനിയത്തിയെ വേണ്ട പോലെ ശ്രദ്ധിക്കില്ല എന്ന് വെച്ചിട്ടാണോ? അതല്ല. പിന്നെ? വിനയൻ അസ്വസ്ഥനായി. നീ ഇങ്ങനെ തുടങ്ങിയാൽ ഞങ്ങൾ എന്ത് ചെയ്യും? നിന്റെ സ്ഥിതി എന്തായി എന്ന് നീ അറിയുന്നുണ്ടോ? നിന്നെ കൂടി ചികിത്സിക്കേണ്ട ഗതികേട് ഉണ്ടാക്കരുത് കീർത്തി. നോക്കൂ നിന്റെ അച്ഛൻ്റെ മുഖം. ഒരു മകൾ ബോധം കെട്ട് കിടക്കുന്നു. മറ്റൊരു മകൾ ഒന്നും തിന്നാതെയും കുടിക്കാതെയും ചാകാൻ തുടങ്ങുന്നു. ആ മനുഷ്യന് എന്ത് സമാധാനമാണ് കിട്ടുക? വിനയൻ എന്തൊക്കെയോ പറഞ്ഞു. അയാളുടെ ഹൃദയം നിറഞ്ഞു കവിഞ്ഞു പൊട്ടുമെന്ന നിലയിലായിരുന്നു. പെട്ടെന്ന് കീർത്തി ചോദിച്ചു. രശ്മിക്ക് ബോധം വീഴില്ലേ വിനയേട്ടാ? വിനയന് ശരിക്കും ദേഷ്യം വന്നു. അവളുടെ ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞ് അയാൾ വശം കെട്ടിരുന്നു. നീ എത്രാമത്തെ തവണയാണ് എന്നോട് ഈ ചോദ്യം ചോദിക്കുന്നത്? കീർത്തിയുടെ മുഖം മങ്ങി. അവളുടെ തല കുനിഞ്ഞു പോയി. അമ്മ പരിഭ്രമിച്ചു. എന്താ വിനയ നിനക്ക്? നീ എന്തിനാണ് അവളോട് ദേഷ്യപ്പെടുന്നത്? അവളുടെ വിഷമം നിനക്കറിയില്ലേ? എല്ലാവർക്കും എന്തു പറ്റി ഈശ്വര? അവൾ കീർത്തിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അമ്മ തന്നെ ഒന്ന് പറയൂ, ഞാൻ എന്ത് വേണമെന്ന്? അവളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു തോറ്റു. എനിക്കറിയില്ല ഇനി എന്തു പറയണമെന്ന്. കുറച്ച് സമയത്തേക്ക് ആരും ഒന്നും പറഞ്ഞില്ല. അല്പം കഴിഞ്ഞ് വിനയം പറഞ്ഞു. കീർത്തി, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കൂ. രശ്മിക്കൊരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. അവൾക്ക് ബോധം വീഴും എന്ന് തീർച്ച. പക്ഷേ എപ്പോൾ എന്ന് പറയാൻ പറ്റില്ല. അതുവരെ ഇവിടെ കഴിയുക എന്നത് നിന്റെ ആരോഗ്യസ്ഥിതിക്ക് പറ്റില്ല. ഡോക്ടർ തന്നെ എന്നോട് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. വരൂ, നമുക്ക് വീട്ടിൽ പോകാം. രശ്മി കണ്ണു തുറന്നാലുടൻ നിന്നെ അറിയിക്കാം. ഡോക്ടർ റൗൺസിന് വന്നപ്പോൾ കീർത്തി വീട്ടിൽ പോയിരുന്നില്ല. രശ്മിയുടെ കട്ടിലിനരികിൽ ഇരിക്കുക തന്നെയായിരുന്നു. ഡോക്ടർ ചോദിച്ചു. മിസ്റ്റർ വിനയൻ, മിസ്സസ് വീട്ടിൽ പോയില്ലേ? ഇവരെ വീട്ടിലാക്കുന്നതാണ് നല്ലത്. രശ്മിയുടെ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോഴും മിസ്സസ് വീട്ടിൽ പോകുന്നതാണ് നല്ലത്. അവസാനം കീർത്തി വീട്ടിൽ പോകാൻ തയ്യാറായി. അവൾ പിന്നീട് എതിർപ്പൊന്നും കാട്ടിയില്ല. വൈകിട്ട് അവൾ വിനയനോടൊപ്പം വീട്ടിലേക്ക് പോയി. വിനയൻ വഴിനീളെ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അയാൾ പറയുന്ന സാന്ത്വന വാക്കുകളൊന്നും അവൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല. രശ്മിക്ക് ബോധം വീഴുന്ന നിമിഷം, ആ നിമിഷത്തെ ഓർത്ത് അവളുടെ മനസ്സ് പിടഞ്ഞുകൊണ്ടിരുന്നു. ആ നിമിഷം അത് തൻ്റെ ജീവിതത്തിൻ്റെ വഴിത്തിരിവായിരിക്കും. ഈശ്വര, അവൾ ഹൃദയം നൊന്ത് വിളിച്ചു. പക്ഷേ എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അവൾക്കറിയില്ലായിരുന്നു. കീർത്തിയെ വീട്ടിലാക്കി വിനയൻ ആശുപത്രിയിലേക്ക് തിരിച്ചുപോയി. അവൾക്ക് കൂട്ടിനായി കൃഷ്ണൻകുട്ടിയെ വരുത്തിയിരുന്നു. അവളെ കണ്ട് കൃഷ്ണൻകുട്ടി അത്ഭുതപ്പെട്ടു. ഇത് പഴയ കീർത്തിക്കുഞ്ഞ് തന്നെയാണോ? മെലിഞ്ഞ് എല്ലുകളന്തി കണ്ണുകൾ കുഴിഞ്ഞ് അവൾ
കൃഷ്ണൻകുട്ടിയെ കണ്ടിട്ട് പരിചയഭാവം പോലും കാട്ടിയില്ല. ഒരക്ഷരം ചോദിച്ചില്ല. നേരെ ബെഡ്റൂമിൽ കടന്നു കട്ടിലിൽ കയറി കിടന്നു. കൃഷ്ണൻകുട്ടി കുറേ കഴിഞ്ഞ് മുറിയുടെ വാതിൽക്കലെത്തി. കീർത്തി കുഞ്ഞെ, അവൾ വിളി കേട്ടില്ല. ചുമരിന് അഭിമുഖമായി വെറുതെ കിടക്കുകയായിരുന്നു. കീർത്തി കുഞ്ഞെ, അവൻ വീണ്ടും വിളിച്ചു. കുളിക്കാൻ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. അവൾ മറുപടി പറഞ്ഞില്ല. അവൻ വീണ്ടും വിളിച്ചപ്പോൾ അവൾ മെല്ലെ തിരിഞ്ഞു. പിന്നെ പതുക്കെ പറഞ്ഞു, എനിക്ക് വയ്യ കൃഷ്ണൻകുട്ടി, ഒന്നിനും വയ്യ. എങ്കിൽ കൃഷ്ണൻകുട്ടി ചോറ് വിളമ്പിക്കൊണ്ട് വരട്ടെ? ഊണ് കഴിച്ച് കുഞ്ഞ് നേരത്തെ കിടന്നുറങ്ങിക്കോളൂ. ഉറക്കം. കീർത്തിക്ക് ചിരിക്കാൻ തോന്നി. എത്ര നാളായി അത് തന്നെ വിട്ടകന്നിട്ട്. ചോറ് വിളമ്പട്ടെ? വേണ്ട, എനിക്ക് വിശപ്പില്ല, നീ പോയി കിടന്നോ. കൃഷ്ണൻകുട്ടി എന്ത് വേണമെന്നറിയാതെ വിഷമിച്ച് നിൽക്കുമ്പോൾ കീർത്തി എഴുന്നേറ്റു മെല്ലെ വാതിൽക്കിലേക്ക് നടന്നു വന്നു. അപ്രതീക്ഷിതമായി പെട്ടെന്ന് അവൾ വാതിലുകൾ അവന് നേർക്ക് ചേർത്തടച്ചു. കൃഷ്ണൻകുട്ടി അത്ഭുതപ്പെട്ടു നിന്നു. പിന്നെ തിരിച്ചുപോയി. രാത്രി മുഴുവൻ കീർത്തി കണ്ണു തുറന്നു കിടന്നു. കണ്ണടയ്ക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ ദുസ്വപ്നങ്ങൾ. രശ്മി ഓടുകയാണ്. എത്ര വിളിച്ചിട്ടും തിരിഞ്ഞു നോക്കാതെ. എന്തൊരോട്ടമാണ്! ഭ്രാന്ത് പിടിച്ചതുപോലെ. അവൾ ഒപ്പമോടാൻ നോക്കി. എത്ര ശ്രമിച്ചിട്ടും കൂടെ എത്തുന്നില്ല. പെട്ടെന്നാണ് കോണിപ്പടികളിൽ കൂടി താഴോട്ട് താഴോട്ട്. രശ്മി! അവൾ ഉറക്കെ വിളിച്ചു. വീണ്ടും വീണ്ടും ആവുന്നത്ര ശക്തിയെടുത്ത് വിളിച്ചു. രശ്മി! കൃഷ്ണൻകുട്ടി ഉറങ്ങിത്തുടങ്ങിയതായിരുന്നു. രശ്മി എന്ന ഉറക്കെയുള്ള വിളി കേട്ട് അവൻ ഞെട്ടി ഉണർന്നു. എഴുന്നേറ്റോടി കീർത്തിയുടെ മുറി അടഞ്ഞു കിടക്കുന്നു. ഉള്ളിൽ നിന്ന് ഒരു ശബ്ദവും ഇപ്പോൾ കേൾക്കുന്നില്ല. അവൻ അടഞ്ഞ വാതിലിൽ തട്ടി വിളിച്ചു. കുഞ്ഞെ, എഴുന്നേറ്റ് കതകൊന്ന് തുറന്നേ. പെട്ടെന്ന് വാതിൽ തുറന്നു. പേടിച്ചറിൻ്റെ മുഖത്തോടെ കീർത്തി പുറത്തേക്ക് വന്നു. എന്താ കൃഷ്ണൻകുട്ടി, ആശുപത്രിയിൽ നിന്ന് ഫോൺ വന്നോ? ഫോണോ? ഇല്ല. വിനേട്ടൻ ഇപ്പോൾ ഫോണിൽ വിളിച്ചില്ലേ? ഇല്ല കുഞ്ഞെ. കുഞ്ഞ് സ്വപ്നം കണ്ടോ? ഉറക്കെ കരയുന്നത് കേട്ടോ? ഞാനോ? ഞാൻ കരഞ്ഞില്ല, സ്വപ്നവും കണ്ടില്ല. അവൾ വീണ്ടും വാതിലടയ്ക്കാൻ ഭാവിച്ചു. വേണ്ട കുഞ്ഞെ, വാതിലടയ്ക്കണ്ട. കുഞ്ഞിനിയും സ്വപ്നം കണ്ട് പേടിച്ച് നിലവിളിച്ചാലോ? ഇല്ല ഇല്ല കൃഷ്ണൻകുട്ടി, നീ പോയി ഉറങ്ങിക്കോളൂ. കൃഷ്ണൻകുട്ടി ഉറങ്ങാൻ പോയി. കീർത്തി കട്ടിലിൽ ഇരുട്ടിൽ കുത്തിയായിരുന്നു. രശ്മി അന്ന് എന്തിനായിരുന്നു തിരിച്ചു വന്നത്? അവൾ വിനയേട്ടൻ്റെ ഒപ്പം പോയിട്ട് അധിക നേരമായിരുന്നില്ലല്ലോ. വിനയേട്ടനും അവളോടൊപ്പം വന്നിരുന്നോ? ഇല്ല. വന്നിരുന്നെങ്കിൽ അവൾ വിനയേട്ട എന്ന് വിളിച്ചുകൊണ്ട് ഓടി വരുമായിരുന്നില്ല. അവൾ വാതിൽക്കൽ വന്നു നിൽക്കാൻ തുടങ്ങിയിട്ട് അധിക നേരമായിരുന്നുവോ? തന്നോട് പറഞ്ഞതൊക്കെയും കേട്ടിട്ടുണ്ടാവുമോ? എങ്കിൽ അത് വിനയേട്ടനോട് പറയാനായിരിക്കില്ലേ അവൾ തിരിച്ചോടിയത്? അയാൾ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം അവൾക്ക് മനസ്സിലായി കാണുമോ? അവൾ അത്ര കൊച്ചു കുട്ടിയല്ല. വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കാനുള്ള അറിവും ബുദ്ധിയും അവൾക്ക് തീർച്ചയായും ഉണ്ട്. അവൾ വാതിൽക്കലെത്തിയ സമയത്ത് അയാൾ എന്തായിരുന്നു പറഞ്ഞത്? ഈശ്വര, അയാളുടെ വാക്കുകൾ, അവ തന്നിലുണ്ടാക്കിയ നടുക്കം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. രാത്രി അയാളുടെ മുറിയിൽ ചെല്ലണമെന്ന്, അതായിരുന്നു അയാൾ അവസാനം പറഞ്ഞത്. ആ നിമിഷത്തിൽ തന്നെ ആയിരുന്നു രശ്മി ചേച്ചി എന്ന് വിളിച്ചതും. തൻ്റെ കയ്യിൽ അയാൾ പിടിച്ചു വലിക്കുന്നതും അവൾ കണ്ടിരിക്കും. വിനയേട്ടനോട് അതേപ്പറ്റി പറയാനാണ് അവൾ ഓടിയത്. അപ്പോഴാണ് വീണത്. സ്റ്റെയർ കേസുകളുടെ ഉരുണ്ടുരുണ്ട് താഴേക്ക്. ഇപ്പോഴും ആ രംഗം കൺമുമ്പിൽ കാണുന്നത് പോലെ. കീർത്തി 2 കൈ കൊണ്ട് മുഖം പൊത്തിയിരുന്നു. പിന്നീടൊന്നും ഓർമ്മിക്കാൻ കഴിയുന്നില്ല. അനേകം ആളുകൾ ഓടിയെത്തുന്ന ശബ്ദം, ആൾക്കൂട്ടം, സംസാരം, അവയ്ക്ക് നടുവിൽ വിനയേട്ടൻ്റെ അമ്പരന്ന മുഖം. രശ്മിയെ വാരിയെടുക്കുന്ന വിനയേട്ടൻ. രശ്മി എന്ന് വിനയേട്ടൻ അലറി വിളിച്ചത് മാത്രം ഓർമ്മയുണ്ട്. കുഞ്ഞെ, കതവ് തുറക്കു കുഞ്ഞെ, നേരം വെളുത്തു. കൃഷ്ണൻകുട്ടി വാതിലിൽ ശക്തിയായി തട്ടുന്ന ശബ്ദം. ആശുപത്രിയിൽ നിന്ന് ഫോൺ വന്നുവോ? അവൾ ഓടിച്ചെന്ന് വാതിൽ തുറന്നു. ഫോൺ മണിയടിക്കുന്നു. കുറേ നേരമായി, കൃഷ്ണൻകുട്ടി പറഞ്ഞു. ഈശ്വര, അത് ആശുപത്രിയിൽ നിന്നാവും. രശ്മിക്ക് ബോധം വീണിരിക്കുന്നു, അവൾ പറയുന്നു. ബാക്കി സങ്കല്പിക്കാൻ കൂടി വയ്യ. ഇടറുന്ന കാലുകളോടെ അവൾ ഫോണിനരികിൽ എത്തി. റിസീവർ ചെവിയോട് ചേർത്തു. ഹലോ, കീർത്തിയല്ലേ? വിനയേട്ടൻ്റെ ശബ്ദം. അതെ. ഉറക്കമായിരുന്നോ ഇത്ര നേരം? ഞാൻ എത്ര തവണ വിളിച്ചു. എന്ത് ചെയ്യാനാണിവിടെ? മറുപടി പറയാൻ ആലോചിക്കുമ്പോഴേക്കും വീണ്ടും ചോദ്യം. കുളിച്ചോ? ഇല്ല. ചേ, എന്ത് പണിയാണിത്? അതിരാവിലെ കുളിക്കുന്നതാണ് ആരോഗ്യ രഹസ്യമെന്ന് എന്നോട് പറയാറുള്ള ആളിന് ഇത്ര മടിയോ? അയാൾ ചിരിച്ചു. കീർത്തിക്കത് കേട്ട് കരച്ചിൽ വന്നു. അവളൊന്നും മിണ്ടിയില്ല. എന്നാലേ വേഗം പോയി കുളിച്ചോളൂ. അയാൾ പറഞ്ഞത് അവൾ ശ്രദ്ധിച്ചില്ല. അവൾ ചോദിച്ചു. രശ്മിക്ക് ബോധം വീണോ? എന്നിട്ടേ താൻ കുളിക്കുന്നുള്ളൂ എന്നാണോ? എങ്കിൽ കേട്ടോളൂ, പേടിക്കാനൊന്നുമില്ല. മിക്കവാറും 2 ദിവസത്തിനകം അവൾക്ക് ബോധം തിരികെ കിട്ടിയേക്കും. അതിൻ്റെ ലക്ഷണങ്ങളുണ്ടെന്ന് ഡോക്ടർ പറയുന്നു. എന്താ, സമാധാനമായോ ഇപ്പോൾ? 2 ദിവസമെന്ന് വെച്ചാൽ നാളെയോ മറ്റന്നാളോ? അവളുടെ സ്വരത്തിൽ പരിഭ്രമവും ഉത്കണ്ഠയും നിറഞ്ഞിരുന്നു. ഇങ്ങനെ തിടുക്കം കൂട്ടാതിരിക്കൂ. ഡോക്ടർമാരുടെ പ്രതീക്ഷയാണ്. ചിലപ്പോൾ ഇനിയും തെറ്റുപറ്റിയേക്കാം. ശരി, വേഗം പോയി കുളിച്ച് ആഹാരം കഴിച്ച് വിശ്രമിക്കണം. ഓക്കെ? കീർത്തി മൂളി. ഫോൺ താഴെ വെച്ച് അവൾ കസേരയിലിരുന്നു. എപ്പോഴാണ് ഫോൺ വീണ്ടും മണിയടിക്കുക? ഹലോ കീർത്തി, രശ്മിക്ക് ബോധം വീണിരിക്കുന്നു എന്ന് പറയുക. ആ ഉത്കണ്ഠയായിരുന്നു മനസ്സിനുള്ളിൽ. കൃഷ്ണൻകുട്ടി വന്നു. കാപ്പി കൊണ്ടുവരട്ടെ? വേണ്ട, അവൾ പറഞ്ഞു. ഒരുപാട് നേരമായി, അവൻ വീണ്ടും അറിയിച്ചു. ആവട്ടെ, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? അവൾ ഫോണിലേക്ക് തന്നെ കണ്ണു നട്ടിരുന്നു. കുറേ കഴിഞ്ഞ് ആശുപത്രിയിലേക്കുള്ള നമ്പർ ഡയൽ ചെയ്തു. ഹലോ. ഹലോ, വിനയനാണ്. എന്താ കീർത്തി വിശേഷം? കുളിച്ച് ആഹാരം കഴിച്ചോ? രശ്മിക്ക് എങ്ങനെയുണ്ട് ഇപ്പോൾ? പഴയതുപോലെ തന്നെ കിടക്കുന്നു. പക്ഷേ സിസ്റ്റർ ഇഞ്ചക്ഷൻ കൊടുത്തപ്പോൾ കൈ അനയ്ക്കുകയോ എന്നൊരു സംശയം.
സൂചി കയ്യിൽ തൊട്ടപ്പോൾ വേദനയറിഞ്ഞു എന്നല്ലേ അതിൻ്റെ അർത്ഥം? അതൊരു നല്ല ലക്ഷണമാണ് എന്ന് തോന്നുന്നു. അപ്പോൾ നാളെ മിക്കവാറും അവൾക്ക് ബോധം വീഴും ഇല്ലേ വിനയേട്ടാ? മിക്കവാറും. ബോധം വീണാൽ അവളുടെ ഓർമ്മശക്തിക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ലേ? പഴയ കാര്യങ്ങളൊക്കെ അവൾ ഓർമ്മിക്കുമോ? ഇതെന്തൊരു സംശയമാണ് കീർത്തി. നീ എന്താണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ആദ്യം അവൾക്ക് ബോധം തിരിച്ചു കിട്ടട്ടെ, പിന്നെയല്ലേ ബാക്കി കാര്യങ്ങൾ. കീർത്തി നിശബ്ദയായി. ഫോൺ താഴെ വെച്ച് അവൾ എന്തോ ആലോചിക്കാൻ തുടങ്ങി. അന്ന് പകൽ മുഴുവൻ അവൾ ആ മുറിയിൽ തന്നെ ഇരിക്കുകയായിരുന്നു. പുറത്തിറങ്ങിയതേയില്ല. ഫോണിൽ തന്നെയായിരുന്നു അവളുടെ കണ്ണുകൾ. അറിയാതെ എപ്പോഴോ അവളുടെ കണ്ണുകൾ അടഞ്ഞുപോയി. കസേരയിൽ ചാരിയിരുന്ന് അവൾ മയങ്ങി. പെട്ടെന്ന് ഫോണിൻ്റെ ബെല്ലടി ഉയർന്നു. കീർത്തി ചാടി എഴുന്നേറ്റു. ഹലോ കീർത്തി. വിനയൻ്റെ ഉത്സാഹം തുളുമ്പുന്ന ശബ്ദം. സന്തോഷം കൊണ്ട് ശ്വാസം മുട്ടുന്നത് പോലെ. കീർത്തി, നമ്മൾ രക്ഷപ്പെട്ടു. നമ്മുടെ രശ്മി കണ്ണു തുറന്നു. ഇതാ ഇപ്പോൾ. രശ്മിക്ക് ബോധം വീണോ? കീർത്തിയുടെ കൈ വിറച്ചു. അവൾക്ക് തല കറങ്ങുന്നു എന്ന് തോന്നി. ഹലോ ഹലോ കീർത്തി, നിന്നെ രശ്മി അന്വേഷിക്കുന്നു. ചേച്ചി എവിടെയെന്നാണ് അവൾ കണ്ണ് തുറന്നു വിടാൻ ചോദിച്ചത്. ഉടൻ പുറപ്പെട്ടു വരണം. കൃഷ്ണൻകുട്ടിയെ കൂട്ടി വന്നാൽ മതി. തനിച്ചു വരണ്ട. വിനയം ഫോണിലൂടെ പറഞ്ഞുകൊണ്ടിരുന്നു. അവൾ എല്ലാം കേട്ട് ആകെ തളർന്ന് അവശയായി കസേരയിലിരുന്നു. രശ്മി തന്നെ അന്വേഷിക്കുന്നു അത്രേ. എന്തിനാണ് അവൾ തന്നെ കാണണമെന്ന് പറയുന്നത്? ആരായിരുന്നു ചേച്ചി അയാൾ? അയാൾ എന്തിനാണ് ചേച്ചിയുടെ കൈ പിടിച്ചു വലിച്ചത്? അയാൾ എന്തായിരുന്നു പറഞ്ഞത് എന്നൊക്കെ ചോദിക്കാനല്ലേ അവളുടെ കൊച്ചു മനസ്സിലുള്ള 100,000 സംശയങ്ങൾ. അവളുടെ സംശയങ്ങൾ തീർക്കാൻ തനിക്കാവില്ല. അവളുടെ മുന്നിൽ തലയുയർത്തി നിൽക്കാൻ തനിക്ക് കഴിയില്ല. കീർത്തി തേങ്ങിക്കരഞ്ഞു. അവളുടെ കരച്ചിൽ കേട്ട് കൃഷ്ണൻകുട്ടി ഓടിയെത്തി. അവനെ കണ്ട് അമ്പരപ്പോടെ അവൾ ഫോൺ താഴെയിട്ടു. അതിവേഗം ബെഡ്റൂമിലേക്ക് ഓടിക്കയറി വാതിലടച്ച് കുറ്റിയിട്ടു. ജനലുകളെല്ലാം ഭദ്രമായി അടച്ചു കൊളുത്തിട്ടു. മുറിക്കുള്ളിൽ ഇരുട്ടായി. കതവുകളുടെ ഇടയിൽ കൂടി നേരിയ വെളിച്ചം ഇപ്പോഴും കടന്നു വരുന്നു. മുറിയുടെ മൂലയിൽ അലമാരയുടെ മറവിൽ അവൾ ഒതുങ്ങി നിന്നു. അവൾ വല്ലാതെ കിതച്ച് വിയർത്തു. കണ്ണുകൾ ഭയം കൊണ്ട് അനുനിമിഷം വലുതായിക്കൊണ്ടിരുന്നു. അവൾ 2 കൈകൾ കൊണ്ടും ചെവി അമർത്തിപ്പിടിച്ചു. കൃഷ്ണൻകുട്ടി പുറത്തു വന്നു വാതിലിൽ ഇടിച്ചുകൊണ്ട് വിളിക്കുന്നുണ്ടായിരുന്നു. കുറെ കഴിഞ്ഞ് കീർത്തിയെ കാണാഞ്ഞ് വിനയൻ ടാക്സി പിടിച്ച് വീടിന് മുന്നിൽ വന്നെത്തി. അയാൾ വല്ലാതെ പരിഭ്രമിച്ചിരുന്നു. കീർത്തിക്ക് എന്താണ് സംഭവിച്ചത്? ചേച്ചിയെ കാണാനായി രശ്മി കാത്ത് ഇരിക്കുന്നുവെന്ന് അറിയിച്ചിട്ട് ഒരു പ്രതികരണവും ഉണ്ടായില്ല. ഇത്ര നേരവും വരും വരും എന്ന് പ്രതീക്ഷിച്ച് കാത്തിരുന്നു. എവിടെ കീർത്തി, എവിടെ? എടാ കൃഷ്ണൻകുട്ടി, കീർത്തി എവിടെ? അയാൾ അലറി. കൃഷ്ണൻകുട്ടി ബെഡ്റൂമിൻ്റെ അടഞ്ഞു കിടക്കുന്ന വാതിലിലേക്ക് ചൂണ്ടി. വിനയൻ വാതിൽ മുട്ടി വിളിച്ചു. കീർത്തി, ഞാനാണ്. വാതിൽ തുറക്കൂ. രശ്മി നിന്നെ അന്വേഷിക്കുന്നു. നിന്നെ കാണാഞ്ഞ് അവൾ കരയുന്നു. വാതിൽ തുറക്കൂ. വാതിൽ തുറക്കാൻ. കീർത്തി വാതിൽ തുറന്നില്ല. വിനയന് പരിഭ്രമമേറി. അയാൾ സകല ശക്തിയുമെടുത്ത് വാതിൽ ആഞ്ഞു ചവിട്ടി. വീണ്ടും ചവിട്ടി. വാതിൽ അകത്തേക്ക് പൊളിഞ്ഞു വീണു. മുറിയാകെ ഇരുട്ടിൽ മുങ്ങിക്കിടക്കുന്നു. അയാൾ ലൈറ്റിട്ടു. അയാൾ കണ്ടു. മുറിയുടെ മൂലയ്ക്ക് 2 കൈകൊണ്ട് മുഖം പൊത്തി ഭിത്തിയോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന കീർത്തി. അയാൾ അവളുടെ കൈ പിടിച്ചു മാറ്റി. അവൾ ബലം പിടിച്ചു നിന്നു. അവസാനം പരാജിതയായി. ഏതോ അപരിചിതനായ ഒരാളെ കണ്ടിട്ടെന്ന വണ്ണം അവൾ വിനയൻ്റെ നേർക്ക് തുറച്ചു നോക്കി നിന്നു. അവളുടെ മുഖം പ്രേതത്തിൻ്റേതുപോലെ വിളറി വെളുത്തിരുന്നു. കണ്ണുകൾ പേടിച്ചരണ്ടിരുന്നു. അവൾ ചുമരിനോട് കൂടുതൽ ചേർന്നു നിന്നു. പിന്നെ അലമാരയ്ക്ക് പുറകിലേക്ക് നീങ്ങിപ്പോയി. വരൂ കീർത്തി, നിനക്ക് എന്ത് പറ്റി? നീ എന്താണ് ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? രശ്മിക്ക് സുഖമായി. അവൾ നിന്നെ കാണാനായി കാത്തിരിക്കുന്നു. വരൂ, നമുക്ക് ആശുപത്രിയിലേക്ക് പോകാം. അയാൾ അവളുടെ കയ്യിൽ പിടിക്കാൻ ശ്രമിച്ചു നോക്കി. എന്നെ തുടരുത്, അവൾ ഭയന്ന് വിറച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ എവിടെയും വരില്ല. എനിക്ക് ആരെയും കാണണ്ട. ആരെയും. അവരെന്നെ അന്വേഷിച്ച് വരുന്നുണ്ടാവും. അവരെത്തുന്നതിന് മുമ്പ് ആ ലൈറ്റ് അണയ്ക്കൂ. ജനലും വാതിലുമൊക്കെ അടയ്ക്കൂ. അവരൊക്കെ എന്നെ കാണും. എല്ലാവരെയും എനിക്ക് പേടിയാണ്. മുഖം പൊത്തി ചുവരിന് നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് അവൾ പറഞ്ഞു. ലൈറ്റ് അണയ്ക്കൂ വേഗം. വിനയൻ കീർത്തിയുടെ നേരെ തുറച്ചു നോക്കി. അപ്പോൾ അത് തൻ്റെ കീർത്തിയാണെന്ന് അയാൾക്ക് തോന്നിയില്ല. അയാൾ ഞെട്ടിത്തെറിച്ചു നിന്നു. ഈ കഥ ഇവിടെ അവസാനിച്ചു.